കൂട്ടുകാരെ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. ദേ നല്ല ഭംഗിയുള്ള മീനുകൾ. എന്ത് നല്ല മണമാടി പൂക്കൾക്ക്. പൂക്കൾക്ക് മണല്ലാണ്ട് പിന്നെ എന്തിട്ടുണ്ടാവുക? നമ്മൾ പാടിയ പാട്ടില്ല പോലെ ഈ കാട്ടില് ഡിങ്ക ഉണ്ടാവോ? ഒന്ന് പോടി ഡിങ്കനെ. ഈ ഡിങ്കനൊക്കെ വെറും കഥകളല്ലേ. അതൊന്നും കഥയൊന്നല്ല, ഡിങ്ക ശരിക്കുണ്ട്. എന്നാലേ നീ നിന്റെ ഡിങ്കനൊന്ന് വിളിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ. ആപത്ത് സമയത്ത് വിളിച്ചാൽ മാത്രമേ ഡിങ്കൻ സഹായത്തിനെത്തൂ. അയ്യോ കൂട്ടുകാരെ, നിർത്തി നിങ്ങളുടെ സംസാരം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അയ്യോ ടീച്ചറേയും കാണാനില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ടീച്ചറുടെ കൂടെ തന്നെ നടന്നാൽ മതി. ഇപ്പൊ എന്തായി? എനിക്ക് ടീച്ചറെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം. പേടിക്കണ്ട, നമുക്ക് അവനെ എങ്ങനെയും കണ്ടുപിടിക്കാം. നിങ്ങളെന്തിനാ പേടിക്കണേ? ഞാനില്ലേ, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. എന്നാ വാ പിള്ളേരെ വാ. അയ്യോ അതെന്താ? അയ്യോ എനിക്ക് പേടിയാവുന്നു. അതെന്തോ മൃഗത്തിന്റെ ശബ്ദമാണ്. ഇനി വല്ല പുലിയോ മറ്റാണോ? പുലിയോ? ഇനി നമ്മൾ എന്ത് ചെയ്യും ആഗീഷേ? ആരും പേടിക്കണ്ട. നല്ല ആളാ നമ്മളെ രക്ഷിക്കാന്ന് പറഞ്ഞത്. ദേ കിടക്കുന്നു. ഇനി അവൻ ആ മൃഗം എന്തെങ്കിലും ചെയ്യോ? എവിടെ നിന്റെ ടിങ്കൻ? ആപത്ത് സമയത്ത് രക്ഷിക്കാന്ന് പറഞ്ഞവൻ എവിടെ? എല്ലാരും കൂടി വിളിച്ചാൽ ടിങ്കൻ വരാതിരിക്കില്ല. നമുക്ക് ഒരുമിച്ച് വിളിക്കാം. പേടിക്കേണ്ട കൂട്ടുകാരെ, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. ടിങ്ക ഞങ്ങളുടെ കൂട്ടുകാരൻ. അത് ഇപ്പൊ ശരിയാക്കിയല്ലോ. ദാ എനിക്കടാ. ആരാ? ഞാൻ ഡിങ്കൻ. ഡിങ്ക ശരിക്കും ഉണ്ടല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞില്ല മോനെ. ടിങ്ക ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. കൂട്ടുകാരെ, ആപത്ത് സമയത്ത് പേടിച്ചു നിൽക്കാതെ രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കാണ് വേണ്ടത്. ബുദ്ധിയോട് ചിന്തിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗം തെളിഞ്ഞു വരും. ഞങ്ങൾക്ക് ടിങ്കന്റെ പോലെ ശക്തിയൊന്നുമില്ലല്ലോ. ശക്തി ശരീരത്തിനല്ല കൂട്ടുകാരെ വേണ്ടത്, മനസ്സിനാണ്. ഒരു ആപത്ത് സംഭവിച്ചാൽ ഞങ്ങൾ ഇനി പേടിക്കില്ല ഡിങ്ക. ചിന്തിച്ച് പരിഹാരം ഉണ്ടാക്കും. ഡിങ്ക ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. ഞങ്ങൾ എങ്ങനെ അവരുടെ അടുത്തെത്തും? നിങ്ങൾ വിഷമിക്കണ്ട, അവർ എത്തിക്കഴിഞ്ഞു. മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ടീച്ചറെ ടീച്ചറെ ഞാൻ പേടിച്ചു പോയി. എന്താ, എന്തു പറ്റി കൂട്ടുകാരെ? ശരിക്കും ഞങ്ങൾ പെട്ടുപോയി. ഒരു കാട്ടുപോത്ത് ഞങ്ങളെ ആക്രമിച്ചു. ഡിങ്കം വന്നപ്പോഴാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഭാഗ്യം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തു പറ്റാ? ഞാനുണ്ടായിരുന്നില്ലേ ഇവരുടെ കൂടെ. നല്ല ആളാ. പേടിച്ച് ബോധം കെട്ട വീണ സ്ഥലത്തിന്ന് ഡിങ്കനാ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. ആ ടൗസർ നന്നുണ്ടോ നോക്ക്. ഞാൻ കരുതിയത് ഡിങ്കൻ കഥകളിൽ മാത്രമുള്ളൂന്നാ. നമ്മളെ രക്ഷിക്കാൻ ഇനി ഡിങ്കൻ ഉണ്ടല്ലോ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ച് കണ്ടെത്താൻ കഴിയും.
ആപത്തുകളിൽ ചെന്ന് ചാടാതിരിക്കുകയാണ് വേണ്ടത് കൂട്ടുകാരെ. ഇനി എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അത് ധൈര്യപൂർവ്വം നേരിടണം. പേടിക്കണ്ട മക്കളെ, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അവിഷയത്തെ കാട്ടുപോത്ത്. അയ്യോ, എവിടെ?